ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂരുള്ള സ്നേഹതീരം ബീച്ചിലോട്ടാണ്. നമ്മൾ വിഷുവിൻ്റെ അന്നാണ് സ്നേഹതീരം ബീച്ചിലോട്ട് പോയത് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയ പാടെ തന്നെ ഇവാനിയ അവിടെ നിന്നൊരു കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ണ് വാരാനും ഓരോ ഷേപ്പിൽ മണ്ണിൻ്റെ ഇതാക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്നേഹതീരം ബീച്ചിൻ്റെ വീഡിയോ ചാനലിൽ ഓൾറെഡി ഉണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ വിശദമായ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, നല്ല മഴ കിട്ടി നമുക്ക്. വിഷുവിൻ്റെ അന്ന് വൈകുന്നേരം നല്ല മഴയുണ്ടായിരുന്നു സ്നേഹതീരം ബീച്ചിൻ്റെ ഭാഗത്തൊക്കെ. അപ്പോൾ അത് കാരണം കൊണ്ട് ഫോൺ മാക്സിമം ഞാൻ പുറത്തെടുത്തതുമില്ല. അപ്പോൾ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സ്നേഹതീരം ബീച്ചിൻ്റെ വിശദമായ കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ ആ വീഡിയോ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്നേഹതീരം ബീച്ചിന് കുട്ടികൾക്ക് കളിക്കാനുള്ള വിശാലമായ ഒരു പാർക്കുണ്ട്. അതുപോലെ തന്നെ അക്വേറിയം സെക്ഷൻ ഉണ്ട്. ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട് അതിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വിശേഷ ദിവസങ്ങൾ പ്രമാണിച്ചാന്ന് തോന്നുന്നു അവിടെ വേറെ കുറച്ച് ഗെയിമിൻ്റെ സെക്ഷനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കുട്ടികൾക്ക് ഹെലികോപ്റ്റർ, അതുപോലെ ഊഞ്ഞാല, ആടുന്നത്, യന്ത്രൂഞ്ഞാല, അങ്ങനെയുള്ള കുറച്ച് സെക്ഷനും കൂടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതിലേക്കൊന്നും പോയില്ല. നേരെ നല്ല മഴക്കാർ കണ്ടപ്പോൾ യുവാനിയ നേരെ കടലിലേക്ക് ഇറങ്ങി. നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അധികം നേരം കടലിൽ കളിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ കടൽ കാണാൻ വന്നിട്ട് കടലിൽ കളിച്ചില്ലെങ്കിൽ പിന്നെ അത് രസം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഞങ്ങൾ വേഗം കടലിലോട്ട് തന്നെ ഇറങ്ങി. അപ്പോൾ കടൽ വെള്ളത്തിലും നല്ല മഴ കൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു. യുവാനിയയ്ക്ക് പിന്നെ ഒരു തൊപ്പി ഉണ്ടായിരുന്നു. തൊപ്പി വെച്ച് കൊടുത്ത് അവൾ മഴ കൊണ്ട് അവിടെ കളിച്ചുകൊണ്ട് ഇരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കുട എടുക്കാൻ ഞാൻ മറന്നുപോയി. അത് കാരണം കൊണ്ട് ഫുൾ മഴ കൊണ്ടിട്ട് നമ്മളവിടെ നിന്നത്. അതുകൊണ്ട് വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് ആൾക്കാർ ബോളും കാര്യങ്ങളൊക്കെ കൊണ്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ബോൾ അങ്ങനെ തട്ടി ഫോണൊക്കെ വീണാലോ എന്ന് കരുതിയിട്ട് അതും ഫോണൊന്നും പുറത്തെടുത്തില്ല. ഭയങ്കര തിരക്കായിരുന്നു വിശേഷ ദിവസങ്ങളൊക്കെ കടൽ തീരത്ത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓടുന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സ്നേഹതീരം ബീച്ചിൻ്റെ ഫുൾ വീഡിയോ ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. കടൽ കരയിലേക്ക് കയറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. വളരെ കുറച്ച് സ്ഥലം മാത്രമേ നമുക്ക് ഇരുന്ന് കളിക്കാനൊക്കെയുള്ള സ്ഥലമുള്ളൂ. അവിടേക്ക് നല്ലപോലെ തിരമാല അടിച്ച് വരും ചെയ്യും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓളുന്ന ഓപ്ഷൻ കൊടുക്കുക. താങ്ക്